ദില്ലി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നു. ആം ആദ്മിയും ബിജെപിയും കോൺഗ്രസും ശക്തമായ വിമർശനവും പരിഹാസവുമാണ് മൂന്ന് പാർട്ടികളും പരസ്പരം ഉയർത്തുന്നത്. ബിജെപി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നുവെന്നാണ് ആപ്പിന്റെ ആരോപണം. അതേസമയം ബിജെപി പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. അശോക് വിഹാറിലെ രാമലീല ഗ്രൗണ്ടിൽ നരേന്ദ്രമോദി റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും സ്വാതി നമ്മൾ GMKയിൽ വന്ന ദിവസവും സ്വാതി ഇതുപോലെ കോട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചായിരുന്നു. ഇന്നൊരു ഷാളും കൂടി ഇടം പിടിച്ചിട്ടുണ്ട്. അതെ തന്നെയാ, കാര്യമായി നല്ല തണുപ്പുണ്ട് എന്ന് തോന്നുന്നു. ഒരു പുകമഞ്ഞിനുള്ളിൽ സ്വാതി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രഭാവലയമാണ് കാണുന്നത്. അതെ, 2 ദിവസമായി പുകമഞ്ഞ് കൂടിയിട്ടുണ്ട്. ഇന്നലത്തേക്കാൾ അധികമാണ്. ഈ വണ്ടികളൊക്കെ പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ സ്വാതി, അപ്പം നമ്മൾ പറഞ്ഞു വന്ന വാർത്തയിലേക്ക് കടക്കാം. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം അത്ര വലിയൊരു സംഭവ വികാസങ്ങൾ രാജ്യത്ത് ആദ്യം ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നു, ജയിലിലാകുന്നു, ദിവസങ്ങൾ കിടക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം അതിഷി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുൻപത്തേതുപോലെയുള്ള പ്രതീക്ഷിച്ച വിജയമൊന്നും BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല, NDA മുന്നണിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടം തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദി തന്നെ രംഗത്തിറങ്ങുന്നത് ആ ആത്മവിശ്വാസക്കുറവില്ലായ്മയാണ് എന്ന് വിലയിരുത്താമോ? തീർച്ചയായും അന്ന സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ ഈ അടുപ്പിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ BJPക്ക് അത്ര വിജയം ദില്ലിയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പരസ്പരമുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് രണ്ട് പാർട്ടികളും തമ്മിൽ. ഒന്ന് ആം ആദ്മിയും BJPയും തമ്മിൽ പോസ്റ്റർ ഇറക്കിയുള്ള അതികഠിനമായിട്ടുള്ള പോരിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ആരോപിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടി ഒരുപാട് അഴിമതികൾ കാണിക്കുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ക്ഷേമ പദ്ധതികളിൽ അഴിമതി കാണിക്കുന്നു. മാത്രമല്ല ഈ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഈ വോട്ടർ ലിസ്റ്റിൽ നിന്നടക്കം കൃത്രിമത്വം കാണിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തിരിച്ച് ആം ആദ്മി പാർട്ടിയും BJPയെ കടന്നാക്രമിക്കുന്നുണ്ട്. കാരണം ഈ ലഫ്റ്റനന്റ് ഗവർണറെ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നടപടിയിലൊക്കെ തന്നെയാണ് ഈ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ, അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ പൂജാരികൾക്കടക്കം ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതൊക്കെ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചാണെന്നും ഹിന്ദു പ്രീണനമാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് BJP ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രത്യാരോപണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, എന്നാൽ തീയതി പോലും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നോക്കിക്കാണണം. തീയതി പ്രഖ്യാപിക്കാത്ത ഘട്ടത്തിൽ പോലും പരസ്പരം ഇപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തന്നെ കടക്കുകയാണ് എന്ന് പറയും. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കെതിരായി പലതവണ രംഗത്ത് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ സന്ദീപ് ദീക്ഷിത് അടക്കം ഒരു പരാതി ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമെതിരെ നൽകുന്ന സാഹചര്യം ഉണ്ടായി. അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഹരിയാനയിലടക്കം വലിയ തോൽവിയൊക്കെ ഏറ്റുവാങ്ങിയിട്ടും കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യമായി ഇന്ത്യ മുന്നണിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെ ഈ ദില്ലിയിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും തന്നെയാണ് ഈ മൂന്ന് പാർട്ടികളും പരസ്പരം പോര് അടിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ പോസ്റ്റർ ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ അടവുകൾ പയറ്റുന്നത്. ഇന്നലെ ആം ആദ്മി പാർട്ടിയും BJPയും പോസ്റ്റർ ഇറക്കുന്നു. അഴിമതിക്കാരൻ അല്ലെങ്കിൽ സ്കാം 2024 എന്ന് എഴുതിയിട്ടുള്ള പോസ്റ്ററാണ് കെജ്രിവാളിന് ഉന്നം വെച്ചുകൊണ്ട് BJP ഇറക്കിയത്. എന്നാൽ BJPക്ക് തിരിച്ചു മറുപടിയായി സിനിമാ നടൻ വിജയുടെ പുതിയ സിനിമയായിട്ടുള്ള ഗോട്ട് എന്ന ആ ചിത്രത്തിലെ പോസ്റ്ററിന് സമാനമായിക്കൊണ്ട് എക്കാലത്തെയും ഗോട്ടാണ് കെജ്രിവാൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പോസ്റ്റർ ഇറക്കുന്നു. അത്തരത്തിൽ
പ്രചരണങ്ങളിലേക്ക് ശക്തമായി കടക്കുക തന്നെയാണ്. മാത്രമല്ല നരേന്ദ്രമോദി കൂടി പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ BJPക്ക് വലിയ ഭയം അല്ലെങ്കിൽ ഒരു പരാജയ ഭയം ഇത്തവണയും ഉണ്ട്. ദില്ലിയിൽ സീറ്റുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് വ്യക്തിഹത്യയിലേക്കൊക്കെയും BJP കടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിഷിയും ലഫ്റ്റനന്റ് ഗവർണറുമായിട്ടുള്ള പോര് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പരസ്പരം രണ്ടുപേരും പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നെയും BJPയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നൽകുന്നുണ്ട് എന്നുള്ളതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. അന്ന.